പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആമേൻ. നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ വചനമാണ് നാം ഇന്ന് കേട്ടത്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവിക ഇടപെടൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവരായിരിക്കും നാം ഓരോരുത്തരും. എങ്കിലും വിഷമഘട്ടങ്ങളിൽ നാം അത് മറന്നുപോകും. മാനുഷിക ബുദ്ധി കൊണ്ട് പദ്ധതികൾ മെനഞ്ഞുണ്ടാക്കി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടാൻ നാം ശ്രമിക്കുമ്പോഴാണ് നാം പലപ്പോഴും വീണുപോകുന്നത്. നമ്മുടെ ജീവിതവേദകളെ, അസാധ്യതകളെ സാധ്യതകളാക്കുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് നാം കാണുന്ന ഈ ലോകം പടുത്തുയർത്തിയ സർവശക്തൻ്റെ കാൽക്കീഴിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുവാൻ വേണ്ട ആത്മബലം ലഭിക്കാനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. സാധ്യതകൾ തുറന്നു തരുന്ന ഒരു തമ്പുരാൻ്റെ കരങ്ങൾക്കുള്ളിലാണ് നമ്മളെന്ന് സങ്കൽപ്പിച്ച് പ്രശ്നങ്ങളോട് പൊരുതുവാനുള്ള ക്ഷമയും ശക്തിയും തരണമെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിക്ക് അതീതമായത് പ്രവർത്തിച്ച് നമുക്ക് വേണ്ടതെല്ലാം ക്രമീകരിച്ചു തരുമെന്നും അവിടുത്തേക്ക് എല്ലാം സാധ്യമാണെന്നും അടിയുറച്ച് വിശ്വസിച്ച് നമുക്ക് ആവർത്തിച്ചുരുവിടാം. മനുഷ്യർക്ക് അസാധ്യമായതെല്ലാം എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.